നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിൽ ഗൗരവമായ വീഴ്ചകളും സംശയങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കടുത്ത പരാമർശങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വാതിൽപ്പാളി യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് കോടതി നിർദ്ദേശം. അഷ്ടാഭിഷേകം നടക്കുന്നിടത്തു നിന്നാണ് ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ള വാതിൽപ്പാളി കണ്ടെത്തിയത്. 1999 വിജയ് മല്യ സമർപ്പിച്ച 2.5 കിലോ സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ പാളി തന്നെയാണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയതിന്റെ പകരമാണോ എന്നത് ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഇപ്പോഴുള്ളത് യഥാർത്ഥ പാളിയാണോ അല്ലെങ്കിൽ അതും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയതാണോ എന്നും അന്വേഷിക്കണം. 2.5 കിലോ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയാണ് 1999 വിജയ് മല്യ നൽകിയത്. വിശ്വാസ്യതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയതായി പറഞ്ഞത് വെറും 34 ഗ്രാം മാത്രമുള്ള വാതിൽപ്പാളിയാണെന്നും എന്നാൽ 2.5 കിലോ സ്വർണമാണ് ആദ്യം ലഭിച്ചതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഈ ഭീമമായ വ്യത്യാസത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണവും ശാസ്ത്രീയ പരിശോധനയും വേണമെന്നാണ് കോടതി നിർദ്ദേശം. എത്ര സ്വർണം നഷ്ടമായെന്ന് ശാസ്ത്രീയമായി പരിശോധിക്കണം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് സംശയകരമായ ഇടപാടുകൾ നടത്തിയതെന്ന് കാണുന്നതായാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം 2ാം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ. ADGP H. വെങ്കടേഷ്, അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ എന്നിവരും കോടതിയിൽ ഹാജരായി. കേസ് 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാളികളുമായി പോയ ദേവസ്വം ഉദ്യോഗസ്ഥർ തങ്ങിയത് ചെന്നൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ്. ITC ഗ്രാൻഡ് ചോളയിലും ടി നഗറിലെ ശബരി ഗ്രാൻഡിലുമായിരുന്നു താമസം. ഒരു മുറിക്ക് 20,000 രൂപ ദിവസ വാടകയുള്ള സ്യൂട്ടുകളിൽ തങ്ങിയാണ് ദിവസങ്ങളോളം ഇവർ കഴിഞ്ഞത്. ഉദ്യോഗസ്ഥർ എവിടെയാണ് തങ്ങിയതെന്നും ആരുടെ ആതിഥ്യമാണ് സ്വീകരിച്ചതെന്നും അന്വേഷിക്കുവാൻ കോടതി നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് കോടതിയുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികളുമായി ഇവർ ചെന്നൈയിലേക്ക് പോയത്. ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ, തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണർ രജിലാൽ, ദേവസ്വം വിജിലൻസ് SI രാകേഷ്, 2 പോലീസുകാർ, ദേവസ്വം സ്മിത്ത്, 2 ഗാർഡുമാർ, സ്വർണ്ണപ്പാളികൾ വഴിപാടായി സമർപ്പിച്ച സ്പോൺസറുടെ പ്രതിനിധി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർക്കൊപ്പം ബോർഡിലെ ചില അംഗങ്ങളും ഇവിടെ എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്റ്റാർ ഹോട്ടലിൽ തങ്ങാൻ പണം ചെലവഴിച്ചത് ആരാണെന്ന് അന്വേഷിക്കണം. കേസിൽ ഇതുവരെ പേര് വിവരങ്ങൾ പുറത്തുവരാത്ത ചില ഉന്നതരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ഇവർക്ക് സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധവും അന്വേഷിക്കണം. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ N. വാസുവിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുകയാണ്. വാസുവിനെതിരെ ഉറച്ച തെളിവുകൾ ലഭിച്ചതിനാലാണ് ഈ ഒരു തീരുമാനം. കേസിലെ പ്രധാന പ്രതികളായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴികൾ നേരിട്ട് വാസുവിന് എതിരാണ്. സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ കത്തടക്കം ലഭിച്ചതാണ് അന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവ്. വാസു ഇതിനെ നിഷേധിച്ചുവെങ്കിലും രേഖകളും സാക്ഷ്യങ്ങളും അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായാണ് വിലയിരുത്തൽ. വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്നായി രേഖപ്പെടുത്തിയതെന്നും അതുവഴിയാണ് യഥാർത്ഥ സ്വർണം അപ്രത്യക്ഷമായതെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. ഇതോടെ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുവാനും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുവാനുമാണ് നീക്കം. കേസിൽ വാസു 3ാം പ്രതിയായി ഉൾപ്പെട്ടിരിക്കുന്നു. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ A. പത്മകുമാറിനെയും ചോദ്യം ചെയ്യുവാനായി SIT തയ്യാറെടുക്കുകയാണ്. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട 2018 ദേവസ്വം ബോർഡിനെ നേരത്തെ 8ാം പ്രതിയായി ചേർത്തിരുന്നു. ശ്രീകോവിലിലെ പഴയ വാതിൽപ്പടിയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടതായും പുതിയ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തകരാറുണ്ടെന്ന് പറഞ്ഞ് മാറ്റിയ പഴയ വാതിലിന്റെ സ്വർണ്ണപ്പാളിയിൽ യാതൊരു കേടുപാടും ഉണ്ടായിരുന്നില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. എന്നാൽ സ്വർണ്ണപ്പാളി നീക്കം ചെയ്ത ശേഷം വാതിൽ അഭിഭാഷക കൗണ്ടറിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിലൂടെ സ്വർണ്ണമോഷണമാണ് പ്രധാന ലക്ഷ്യമെന്നാണ് സംശയിക്കുന്നത്. കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും ഏകദേശം 750 ഗ്രാം സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വാതിലിൽ മാത്രം 2.5 കിലോ സ്വർണം ഉൾപ്പെട്ടിരുന്നതായി രേഖകളിൽ കാണിക്കുന്നു. പുതിയ വാതിലിനായി 2018 സെപ്റ്റംബർ 6-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരവ് നൽകിയെങ്കിലും അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പൊതിഞ്ഞ സ്വർണത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. മാറ്റിയപ്പോൾ സ്വർണം അടക്കം മാറ്റി പുതിയ വാതിലാക്കി. ഇതിനുശേഷം പഴയ വാതിൽ അഭിഭാഷക കൗണ്ടറിന് സമീപം ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്വർണമുണ്ടെങ്കിൽ മാറ്റേണ്ടിയിരുന്നത് സ്ട്രോങ് റൂമിലേക്കാണ്. ഇതിലൂടെ സ്വർണ്ണമോഷണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിട്ടിരുന്നതെന്ന് വ്യക്തം.
SIT അന്വേഷണം നിലവിൽ വാതിലിലേക്ക് പോയിട്ടില്ല. കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പവും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വാതിൽ ഇതുവരെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. വാതിൽപ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണമുണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണ വേട്ട ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ നിലവിലെ നേതൃത്വം വരെ എത്തിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിനെ ചൊല്ലിയാണ് ഇപ്പോൾ കടുത്ത വിമർശനവും നിയമപരമായ ചോദ്യങ്ങളും ഉയർന്നത്. 2024 ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണ്ണ പൊതിവാള നീക്കം നടന്നതെന്നും അതിനായി തിടുക്കം കാണിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോടതി അടക്കം വിവിധ നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഒരു നാടകമാണ് നടന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. കോടതി നിരീക്ഷിച്ചത് അനുസരിച്ച് ശ്രീകോവിലിൽ നിന്ന് മാറ്റിയ പാടുകൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് പ്രധാനമായ ദേവസ്വം നടപടികൾ നിയമപരമായ രേഖകളിൽ നിന്ന് മറച്ചുവെച്ചതായാണ് വിലയിരുത്തൽ. ഇതിലൂടെ തന്നെ PS പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. ഇതോടെ പ്രശാന്തിന്റെ സ്ഥാനാവധി നീട്ടുവാനുള്ള സർക്കാരിന്റെ നീക്കം തന്നെ താറുമാറായിരിക്കുകയാണ്. ബോർഡ് അധ്യക്ഷനായി തുടരാൻ ഈ നിയമപരമായ ബലം പ്രശാന്തിന് കുറവാണെന്നും അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമാകുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെന്നും രാഷ്ട്രീയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. അതിനുപരി പ്രശാന്തിനെ ന്യായീകരിച്ച നിലപാട് സ്വീകരിച്ച ദേവസ്വം മന്ത്രി VN വാസവനും വെട്ടിലായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ കഠിന വിമർശനങ്ങൾക്കിടയിൽ ഇപ്പോൾ മന്ത്രിയെയും ബോർഡിനെയും പ്രതിരോധിക്കേണ്ടി വരുന്ന സർക്കാർ തന്നെ പ്രതിസന്ധിയിലായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ അന്വേഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാതിൽക്കൽ എത്തുകയാണ്. മുൻ പ്രസിഡന്റ് N വാസുവിനെ നേരത്തെ പ്രതിയാക്കി കഴിഞ്ഞപ്പോഴും ഹൈക്കോടതി പരാമർശങ്ങൾക്കൊടുവിൽ പ്രശാന്തും പ്രതിയാകേണ്ട സാഹചര്യം വ്യക്തമാകുന്നു. വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശാന്തിനെതിരായ കോടതിയുടെ പരാമർശങ്ങൾ അന്വേഷണം അദ്ദേഹത്തിലേക്കും നീളേണ്ട സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിലപാടുകൾ അനുസരിച്ച് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന തീരുമാനം ഉൾപ്പെടെ കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചന. എന്നാൽ ഇതിന് സമാന്തരമായി പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള ഓർഡിനൻസ് പിണറായി സർക്കാർ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കടുത്ത നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ നീക്കമെന്നത് തന്നെ സർക്കാരിനെ വൻ പ്രതിസന്ധിയിലാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപുള്ള ഈ നീക്കം രാഷ്ട്രീയമായി വലിയ ചർച്ചയായി മാറും. പ്രശാന്തിനെ പിന്തുണയ്ക്കുന്ന CPM നിലപാട് വ്യക്തമായിട്ടുണ്ടെങ്കിലും ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം തന്നെ നിർണായകമാകും. പ്രശാന്തിനെ തുടരാൻ അനുവദിക്കണമെന്നത് പിണറായിയുടെ വ്യക്തിപരമായ ആഗ്രഹമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾക്കു ശേഷം അതിനുള്ള നിയമ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സർക്കാരിന് ഭാരം കൂടിയതായിരിക്കും. PS പ്രശാന്തിനെതിരെ ഹൈക്കോടതി ഇപ്പോൾ തുറന്നും കടുത്തുമൊക്കെ പരാമർശം നടത്തി. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമാണ് ഈ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. നേരത്തെയും ഹൈക്കോടതി ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ പരാമർശങ്ങൾ വ്യക്തവും ശക്തവുമാണ്. ഇതോടെ പ്രശാന്തിന്റെ നിലപാട് കൂടുതൽ പ്രതിസന്ധിയിലായി. PS പ്രശാന്തിനെതിരെ ഹൈക്കോടതി കടുത്ത പരാമർശമാണ് നടത്തിയത്. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമാണ് ഈ ഒരു നിരീക്ഷണം. 2024 സെപ്റ്റംബർ 3 തിരുവാഭരണ കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ഇത് ആരംഭിച്ചത്. വാതിൽപ്പാളികളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിറം മങ്ങിയതായും പ്ലേറ്റിംഗ് ഇളകിയതായും ആ കത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് 2024 മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപായി പാളുകൾ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തു തിരിച്ചു കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അറ്റകുറ്റപ്പണിക്ക് ചുമതലയെടുത്തത്. 2024 തന്നെ എല്ലാ പേപ്പർ വർക്ക്, ഉത്തരവുകൾ എന്നിവ പൂർണ്ണമായിരുന്നുവെങ്കിലും പാളുകൾ അന്നൊന്നും കൊണ്ടുപോയില്ല. ഹൈക്കോടതി ഇതിനെ കെട്ടിച്ചമച്ച ധൃതി നടപടിയെന്നും വലിയ ഗൂഢാലോചനയുടെ ഭാഗമെന്നുമാണ് വിശേഷിപ്പിച്ചത്.